എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2-3 വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചങ്കരൻ വീണ്ടും തെങ്ങിലേക്ക് വലിഞ്ഞു പിടിച്ച് കയറുന്ന ഒരു സംഭവമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ കുറേ പേരെങ്കിലും ആലോചിക്കും, അതെന്താ ഈ ചങ്കരൻ തെങ്ങി കയറുന്നത് എന്നാലോചിക്കും. അതേന്നേ, വന്നെടുത്തുനിന്ന് തന്നെ വീണ്ടും ഒന്നേന്ന് വരികയാണ്. അതായത് ഭൂമി ഉരുണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഏത് വഴിക്ക് സഞ്ചരിച്ചാലും ഒടുവിൽ ആ വഴിയിൽ തന്നെ തിരിച്ചെത്തുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ നമ്മളിതേ വീണ്ടും ഷാജിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാനായിട്ട്. പലരും ചാനലിൽ വന്നിട്ട് പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കിടണമെന്ന് തോന്നി. അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും, അതെന്താണ് അത്രയും നിഗൂഢമായ കാര്യം, അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കുത്തിയിരുന്ന് കാണുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും, പക്ഷേ ലൈക്ക് ചെയ്യാൻ മടിയുള്ള ആളുകളാണ്. അപ്പോൾ മടിച്ച് നിൽക്കാതെ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആരാണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് കേൾക്കാം. നമ്മുടെ ഷാജിയെക്കുറിച്ച് പറയുന്നത് കേൾക്കാം. കണ്ടന്റ് വേണ്ട, അവളുടെ ഒരു കണ്ടന്റും അവളെ വിറ്റ് ജീവിക്കേണ്ട ആവശ്യം ഇന്നീ നിമിഷം വരെ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. അത് ആദ്യം തന്നെ പറയാം. ഇപ്പൊ ഞാൻ ഇത്രയും ദേഷ്യത്തോടെ സംസാരിക്കാനും കാരണങ്ങളുണ്ട് കേട്ടോ. ഇന്നലെ ഞാനിട്ട വീഡിയോയുടെ ഇടയിൽ ഒരുപാട് പേര് കമന്റ് ചെയ്ത്, നിങ്ങൾക്ക് ഇത് അവരോട് നേരിട്ട് പറഞ്ഞുകൂടെ, അവരെ വിളിച്ച് പറഞ്ഞുകൂടെന്ന്. ഒന്നാമത്തെ കാര്യം, ഈ സാജിത എന്ന് പറഞ്ഞ വ്യക്തിനെ ഞാൻ ഇതുവരെ ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചതാണ്. അതേപോലെ ഈ ഒരു കാര്യം കണ്ടപ്പോൾ ഞാൻ അവർക്ക് ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു വീഡിയോ ഡിലീറ്റ് ചെയ്തേ പറ്റൂ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ മെസ്സേജ് സീൻ ചെയ്തത് അപ്പൊ തന്നെ സീൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ എനിക്ക് ഈവനിങ് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടതിന് ശേഷമാണ് അവർ എന്ത് ചെയ്ത് ആ ഒരു വീഡിയോ, എനിക്ക് ആ ഒരു വോയിസിന് റിപ്ലൈ വന്നത്. ഞാൻ ഡിലീറ്റ് ചെയ്യൂല, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നീ ചെയ്യുക, അങ്ങനെ ഇങ്ങനെ കുറെ എന്നെ പ്രൊവോക്ക് ചെയ്തു. അതിനനുസരിച്ചിട്ട് ഞാനും അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞ, നീയൊക്കെ യൂട്യൂബ് ഇത്രയും കാലം കൊണ്ട് അവരെ പോലെ വോയിസ് ലീക്ക് ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ വോയിസ് ലീക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ ഒന്നാമത്തെ കാര്യം, ലീക്ക് ചെയ്യാത്ത കാരണം ഒരു പരിധി വന്ന് ഞാൻ ലീക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ ഇവര് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ വീഡിയോയുടെ അടിയിൽ ഇവര് കമന്റ് ഇട്ടാൽ ഇവരത് റിമൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവര് വിടുന്ന മെസ്സേജുകൾ ഇവര് ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് ഇവര് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇവര് എനിക്ക് വിട്ട മെസ്സേജൊക്കെ ഇവര് ഡിലീറ്റ് ചെയ്ത് പോയി. ഒരു പക്ഷെ ഞാൻ വിട്ട മെസ്സേജുകളൊക്കെ ഇവര് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവര് അതായിട്ട് ഇറക്കിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ അതിലൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ ഇവര് പറയുന്നത് എന്താന്ന് വെച്ചാല്, ആ വോയിസിൽ പറയുന്നത്, നീ ഇത്രയും കാലം യൂട്യൂബ് തുറന്നിട്ട് നീ ഗൾഫിൽ പോയിട്ട് അല്ലടി വൈറലായതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഗൾഫിൽ പോയിട്ട് വൈറലായി, ഞാൻ പോകുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ, അത് കയറി വൈറലായി, അൽഹംദുലില്ല. അല്ല നിന്നെ വിറ്റിട്ട് ഫേമസ് ആവേണ്ട ആവശ്യമില്ല. ഞാൻ ഗൾഫിൽ പോയപ്പോൾ എന്റെ വീഡിയോ വൈറലായതാണ്. അത്യാവശ്യം ഏണിങ്സ് പഠിച്ചോ വിചാരിച്ചിട്ട് എനിക്ക് യൂട്യൂബോട് കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടിയിട്ടുണ്ട്. ഇത് ഞാൻ അവൾക്ക് വേണ്ടി പറയുന്നതാണ്. എന്റെ കാറായാലും എന്റെ വീടായാലും ഒക്കെ ഞാൻ ഈ ഒരു യൂട്യൂബിൽ കിടന്ന് അധ്വാനിച്ച് ഏകദേശം ചെയ്ത കാര്യം. കാരണം ഞാൻ യൂട്യൂബിന്റെ ഏണിങ്സ് മാത്രം എടുത്തതാണ്. അതുപോലെ എന്റെ ബിസിനസ് ആയാലും യൂട്യൂബിന്റെ ഏണിങ്സ് ആണ്. ഓക്കെ, ഈ വീടായാലും ഈ വീടിന്റെ 10 ഞാൻ എന്റെ യൂട്യൂബിന്റെ ഏണിങ്സ് കൊണ്ട് കൂടി ചെയ്തൊരു കാര്യമാണ്. ഭർത്താവ് ഞാൻ 10 ഭർത്താവ് എവിടെയാണ് ചോദിക്കുക, അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അത്രത്തോളം നമുക്ക് അച്ചീവ് യൂട്യൂബിൽ. അപ്പൊ ഷാജിദാനെ വിറ്റ് ജീവിക്കേണ്ട ആവശ്യം, ഷാജിദാനെ കണ്ടന്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ ഗൾഫ് പോയപ്പോൾ ആ വീഡിയോസ്, പിന്നെ വീട്ടിൽ വന്നിട്ട് എന്റെ പച്ചക്കറി, എന്റെ കോഴി, എന്റെ ഇവിടുത്തെ വിശേഷങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ആ ഷോർട്ട് വീഡിയോ പോലും ഞാൻ ഇടുമ്പോൾ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് പറഞ്ഞാൽ എന്റെ വീട്ടിലെ വിശേഷങ്ങൾ കാണാനാണ് ഇഷ്ടം എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഈ സർക്കാർ വിഷയങ്ങളും എന്റെ സേവന സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് നമ്മുടെ വീഡിയോ വിശേഷം വീട് നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് വിട്ടാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ കാര്യങ്ങളുടെ പോക്ക് സത്യം പറഞ്ഞാലും നമ്മളങ്ങനെ ഇട്ടു. പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ബിസി, അതുകൊണ്ട് ഞാൻ ഇതിനെ കുറിച്ച് പിന്നീട് വീഡിയോ ചെയ്യാറുണ്ട്. പിന്നെ ഏകദേശം 12 മണി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ ഞാൻ ഈ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുതുകാന കസിൻ ഇവിടെ പെയിന്റ് അടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ഇവര് വന്നപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്താണ് ഈ ഒരു കോൾ വരുന്നത്. അപ്പൊ കോൾ വരുമ്പോൾ ഞാനാണ് ഫസ്റ്റ് എടുത്തത്. ഹലോ, റംനയല്ലേ? അതെ, റംനയാണ്. അവര് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഞാൻ നിന്റെ കൂടെ ഗൾഫിൽ വർക്ക് ചെയ്ത ആളാണ് എന്ന് പറഞ്ഞു കേട്ടോ. ഒന്നാമത്തെ കാര്യം അത്. അപ്പൊ തന്നെ എനിക്ക് കത്തി, ഇത് എന്തോ ഉടായ്പിന്റെ പരിപാടി. കാരണം ഞാൻ ഗൾഫിൽ നിന്ന് ഗെറ്റാമയായിട്ടാണ് ഞാൻ നിന്ന വീട്ടിൽ ആ ഒരു മാമ മാത്രമേ ഉള്ളൂ. എന്റെ വീഡിയോസിലെല്ലാം അത് വ്യക്തമായിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ വിട്ട വീഡിയോസ് ഒക്കെ വൈറലായതിലൊക്കെ അതുണ്ട്. ഞാൻ എവിടെയായിരുന്നു ഗൾഫിൽ, എങ്ങനെയായിരുന്നു ഗൾഫിൽ നിന്നിരുന്നത്, ആരെ വീട്ടിലാണെന്നൊക്കെ. അവിടെ ഒരു ആണ് എന്ന് പറഞ്ഞൊരു വ്യക്തി ആ വീട്ടിലില്ല. ഈ മാമാടെ മക്കളും കാര്യങ്ങളൊക്കെ വേറെ വീട്ടിലാണ്. ഈ മാമാനെ കാണാൻ പെൺകുട്ടികളും വരും, മക്കളും. അത് അറബികൾ മാത്രം. അല്ലാതെ ആ വീട്ടിൽ ഞാനും എന്റെ നാത്തൂനും ഈ മാമ, ഈ വയ്യാതെ കിടക്കുന്ന മാമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ കോള് വിളിച്ചാൽ എന്റെ കൂടെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായപ്പോ ഞാൻ എന്ത് ചെയ്തു, ഇവ മുതുകാരെ കസിന് ഫോൺ കൊടുത്തിട്ട് അവര് സംസാരിച്ചാൽ എന്താ കാര്യം എന്ന് വെച്ചപ്പോ പറഞ്ഞു, ഖത്തറില് എന്റെ കൂടെ, ഞാൻ ഖത്തർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ മണ്ണ് കാല് ചവിട്ടിയിട്ടേ ഇല്ല. ഒന്നാമത്തെ കാര്യം ഞാൻ കുവൈത്തിലായിരുന്നു. ഓക്കെ,
കുവൈത്തിലാണ് ഗദ്യാമായിട്ട് ജോലിക്ക് പോയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ ഈ വ്യക്തി പറഞ്ഞത്, നിങ്ങൾ ഷാജിദാക്കെതിരെ വീഡിയോ ഇട്ടത്, ഷാജിദ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ചെയ്ത് പറഞ്ഞിട്ട് ഈ ഷാജിദാക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളുകളുടെ ഫോൺ കോളുകളാണ് വരുന്നത്. അവളുടെ ഉമ്മാനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു, അവളുടെ ഉമ്മ നിങ്ങൾക്കെതിരെ ചെയ്യുന്നുണ്ട് എന്തൊക്കെ. ആ ഉമ്മാനെ കുറിച്ചിട്ടോ ഞാൻ ഒരു കാര്യം പറയാൻ വന്നിട്ടില്ല, ഒന്നിനും വന്നിട്ടില്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. നമ്മൾ ആരും അവരെ വോയിസോ അവരെ കണ്ടിട്ട് പോലും ഇല്ല. എന്നിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്നെ കോള് വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുമ്പോ എന്റെ കസിന് കുറേ വിളിച്ച് ചീത്ത പറഞ്ഞു. ആ ഫോണിൽ കൂടെ കുറെ ചീത്ത പറഞ്ഞ് അങ്ങനെ കട്ടാക്കി. ഇതാണ് ശരിക്കും പറഞ്ഞ ഇവിടുത്തെ അവസ്ഥ. ഈ ഷാജിദാനെ കൊണ്ട് എനിക്ക് ഫോണും മെസ്സേജും വന്നിട്ട് ഒഴിവില്ല. അപ്പൊ ഞാൻ ലീഗലായിട്ട് പോകുന്നു പറഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ പേപ്പർ വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ഇതുവരെ ആ പെൺകുട്ടി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അവരൊരു ഒരു സ്ത്രീ ആണെങ്കിൽ മറ്റൊരു സ്ത്രീയുടെ നമ്പർ കൊടുത്തിട്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോ അവരെങ്ങനെയാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞത്. എന്നിട്ട് അവർ വീഡിയോയുടെ അടിയിൽ അവരുടെ ഈ ഹസ്ബൻഡിന്റെ ആളുകൾ വന്നിട്ട് ഒരുപാട് കമന്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവിടെ ഡിലീറ്റ് ചെയ്യും. അതുപോലെ തന്നെ ആ ഫോണെന്ന് പറയുമ്പോൾ എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇവിടെ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ നമ്പറാണ് ഞാൻ അവൾക്ക് കൊടുത്തത്. ഓക്കെ, ഇത് എന്റെ ഇൻസ്റ്റഗ്രാം ആണ്. എന്റെ നമ്പർ ഞാനൊന്ന് ഹൈഡ് ചെയ്തില്ല റബി. ഇതാ, നിങ്ങളുടെ നമ്പർ തരൂ. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നറിയില്ല, ഇത് ഷാജിദ വിട്ട മെസ്സേജ്. നിങ്ങളുടെ നമ്പർ തരൂ. അപ്പോഴാണ് ഞാൻ എന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കാണുന്നുണ്ടോ? ലൈറ്റ് കുറച്ച് ഒരു പക്ഷെ കാണുമല്ലേ. ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവള് നമ്പർ ചോദിച്ചിട്ടാണ് എന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം അത്. എന്നിട്ട് അവള് എനിക്ക് മെസ്സേജ് പറഞ്ഞു, നിന്റെ നമ്പർ ആര് ചോദിച്ചിട്ട് എന്തിന്റെ ആവശ്യമാണ്, നീ ഒലത്തി എന്തൊക്കെയോ വൃത്തികെട്ട മെസ്സേജുകൾ അയച്ചിട്ട് അതെല്ലാം അവള് ഡിലീറ്റ് ചെയ്ത്. അതൊരു കാര്യമുണ്ട്. ഷാജിദയുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഇപ്പം പറയുന്നതായിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ പറയുന്നത്. അപ്പോൾ ഒരു വാക്കിൽ ഒരു വ്യവസ്ഥിതി ഇല്ലാത്തൊരു കുട്ടിയാണ്. വ്യവസ്ഥിതി എന്ന് തന്നെയാണ് പറയുന്നത്. വ്യവസ്ഥ വാക്കിലൊരു വ്യവസ്ഥ ഇല്ലാത്തൊരു കുട്ടിയാണ് നമ്മുടെ ഷാജിദ എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞിക്കുട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നോട് പറഞ്ഞ കാര്യത്തിലൊന്നും താൻ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നീട് ഈ പെൺകുട്ടിയോട് ഷാജിദ ചെയ്തത് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും ശരിയായിട്ടുള്ള നെറിയായിട്ടുള്ള ഒരു കാര്യമല്ല ചെയ്തത്. നേരും നെറിയും കെട്ടൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ നമ്പർ ആവശ്യപ്പെട്ടു ഷാജിദ. ഇവർ കൊടുക്കുകയും ചെയ്തു. കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഇവർ തമ്മിൽ ഇപ്പോൾ ഈ ഒരു കച്ചറയും സംഭവങ്ങളൊക്കെ ആയ സമയത്തിന് സ്ക്രീൻഷോട്ട് എടുത്തത് മൊബൈലിൽ കൂടി കാണിച്ചു. അത് അതായത് തമ്പനയിലെല്ലാം കണ്ട് വച്ചിരുന്നതാണ്. അത് കണ്ടിട്ട് പലരും ഇവരുടെ നമ്പർ വെച്ചിട്ട് ഇവരെ വിളിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇവരുടെ മകൻ്റെ ഫോണിൻ്റെ നമ്പറായിരുന്നു അത്. അപ്പോൾ അത് ഇവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ ഇവർ വന്നിട്ട് ഷാജിദയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഒന്നുകിൽ ആ ഒരു നമ്പർ നിങ്ങൾ റിമൂവ് ചെയ്ത് മാറ്റൂ എന്ന് പറഞ്ഞു. അതായത് അങ്ങനെ വെച്ച് മാറ്റാൻ പറഞ്ഞതിൻ്റെ കാര്യം മറ്റാരും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിൽ തമ്പനയിൽ മാറ്റി കൊടുക്കുകയോ ബ്ലറർ ചെയ്ത് കാണിക്കുകയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഇത് രണ്ട് പറഞ്ഞിട്ടും ഷാജിദ അംഗീകരിക്കാൻ പോയിട്ടില്ല. പുള്ളിക്കാരത്തി അത് അതുപോലെ തന്നെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം 24 മണിക്കൂറും ഒരു പരിചയമില്ലാത്ത ആളുകളൊക്കെ വെറുതെ വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ആർക്കായാലും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ഷാജിദയാണെങ്കിൽ ആ ഒരു നമ്പർ മാറ്റാനും ഒന്നും തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ നിയമത്തിൻ്റെ വഴിയെ പോകാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നുകിൽ നിയമസഹായം തേടാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് കൊടുക്കുക. സ്ട്രൈക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു വീഡിയോ തന്നെ റിമൂവ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. സ്ട്രൈക്ക് കൊടുക്കണമെന്ന് ഒരു യൂട്യൂബറും മറ്റൊരാളോട് പറയുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല, മാന്യതയുള്ള കാര്യമല്ല എന്ന് എനിക്കറിയാം. കേസിനും വഴക്കിനും പോകുന്നതിനേക്കാളും ഭേദമല്ലേ എന്ന് കരുതിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്യണമെന്ന് ഒന്നും ഞാൻ നിർബന്ധിക്കുകയല്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനും പറഞ്ഞു, നിന്നെ പോലെ ഞാൻ എരന്ന് ജീവിച്ചിട്ടില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, നിന്റെ ഹസ്ബൻഡ് ഇതായി നോക്കണം, അപ്പൊ നീയും മെരക്കൽ തുടങ്ങുന്നു. ഞാനിത് പഠിച്ചോന്ന് വിചാരിച്ചാൽ അങ്ങനൊരു അവസ്ഥ വരാതിരിക്കണം. ഒരാളോടും അവള് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കുമ്പോ ഒരാളോടും ആ സ്ത്രീ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. കാരണം ഇവിടെ 4 മക്കളുണ്ട്, 3 പെൺകുട്ടികളും ഒരു മോനും ഉണ്ട്. എന്നിട്ട് അവൾ പറഞ്ഞു, നിന്റെ ഹസ്ബൻഡ് തീർന്നു നോക്കട്ടെ, അപ്പൊ അറിയാൻ നീയും നാട്ടിൽ കിടന്ന് ഇറക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ മക്കൾ ഒറ്റയടിക്ക് തീരെന്നല്ല, നാട്ടിൻ്റെ മുന്നിൽ ഇറന്നിട്ട് അവരെ തന്നെ കുറ്റം പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് എന്റെ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഒരു ഐഡിയോ അല്ല അക്കൗണ്ട് നമ്പറോ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ആ ടൈമിൽ പോലെ എന്റെ നമ്പർ പോലെ റിവീലല്ല. ഞാൻ എന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എന്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ വാട്സപ്പിൽ മാത്രം മെസ്സേജ് ചെയ്യുക, കോൾ വിളിക്കരുത്, അതുപോലെ തന്നെ അതും പ്രൊഡക്റ്റിനാണെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്യാന്ന് പറഞ്ഞിട്ട്
തന്നെയാണ് എന്റെ നമ്പർ ഇതായിട്ടുള്ളത്, അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളൂ. പിന്നെ ചില നരമ്പന്മാർ വിളിക്കുമ്പോൾ നമ്മൾ അതിന് നല്ല അത്യാവശ്യത്തിൽ നല്ല പറഞ്ഞിട്ട് നമ്മളത് ബ്ലോക്ക് ചെയ്ത് വെക്കും. ഇതിപ്പോ ഇവളെ കൊണ്ട് വരുന്ന കോളുകൾക്ക് അർത്ഥമില്ല. അത് മാത്രമല്ല, ഒരു കോള് കയറി വന്നതാണേ. ഇന്നലെ ഇട്ട എന്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഇവള് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമന്റ് ഇവള് ചെറുപ്പം ഇതുപോലെ വാട്സപ്പ് എടുത്ത ഇവള് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഇവള് വന്നിട്ട് ചോദിക്കണം, നീ എന്തിനാ കമന്റ് ഡിലീറ്റ്? ഞാനല്ലേ ഡിലീറ്റ് ചെയ്തത്. പക്ഷെ എന്റെ ഒരു സബ്സ്ക്രൈബർ ഈ കമന്റ് കണ്ടിട്ട് അവരത് എന്റെ വീട്ടിൽ എപ്പോഴും നല്ല മാന്യമായിട്ട് നല്ല കമന്റ് ഇടുന്ന ഒരു ഇക്കയാണ്. ആ ഇക്ക വന്നിട്ട് അത് സ്ക്രീൻഷോട്ട് ആ ടൈമിൽ ഈ സ്വഭാവം മനസ്സിലാക്കിയോണ്ട് എടുത്തു വെച്ചതുകൊണ്ട് അവർ എനിക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഇന്നലെ എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവളിട്ട ആ കമന്റ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ആ കമന്റ് കിട്ടി. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നുണ്ട്. അവളിട്ട കമന്റ് എന്റെ കയ്യിലുണ്ട്. എന്നിട്ട് അവൾ അത് തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് വന്നിട്ട് ചോദിക്കണം, നീ എന്തിനാണ് ഞാനിട്ട കമന്റ് ഡിലീറ്റ്? അതിന്റെ ആവശ്യമില്ല. എനിക്ക് എന്ന് പറയുന്ന വ്യക്തി, ഞാൻ ഒരാളോട് എനിക്ക് സംസാരിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തി ചെയ്തത് തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും എന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ആരോടും മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് ഏത് പോലീസുകാരോടായാലും ഏത് വാപ്പാടായാലും ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുള്ളൂ, അങ്ങനെ സംസാരിക്കാറുള്ളൂ. എനിക്ക് എന്റെ മുഖത്ത് ചിരി വിടർത്തിയിട്ട് എന്റെ മനസ്സിൽ ദുഷിച്ച മുഖം കാണിക്കാൻ എനിക്കറിയില്ല. എന്റെ ചിരിയും എന്റെ സംസാരമൊക്കെ എന്റെ ഫേസിൽ അതേപടി ഉണ്ടാവും. ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിലും ഫേസിൽ ഉണ്ടാവും സന്തോഷമാണ്. അല്ല രണ്ട് ഫേസ് ആയിട്ട് പറയാൻ എനിക്ക് അറിയില്ല. അപ്പൊ അവളുടെ പോലത്തെ സ്വഭാവം അവൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ പറഞ്ഞു, ഞാൻ അവളെയും പറഞ്ഞു. ലാസ്റ്റ് എന്ത് ചെയ്തു, ഇവള് വിട്ട മെസ്സേജ് ഒക്കെ ഇവള് ഡിലീറ്റ് ചെയ്ത് പോയി. അങ്ങനത്തെ ഒരു സ്വഭാവം കാണിച്ചവളാണ്. അതിനുശേഷം ഞാനും ഡിലീറ്റ് ചെയ്തു അല്ലെ. പക്ഷെ ഞാനും ഡിലീറ്റ് ചെയ്തു. ഇതാ, റംന നിനക്ക് വേണമെങ്കിൽ നീ നിർത്തിപ്പോ മോളെ, എന്റെ വീഡിയോ നിർത്താൻ നീ പറയണ്ട എന്ന്. ഇവിടെ ഈ കുട്ടി ഈ സ്ത്രീ ചെയ്യുന്നത്, അവർക്കെതിരെ ആര് വീഡിയോ ഇട്ടില്ല അത് ഫുള്ള് കാണുക, അതിന്റെ കണ്ടന്റ് കേൾക്കൊന്നും ഈ സ്ത്രീ ചെയ്യുന്നില്ല. ഇവരത് ഈ അഷാജി അതിന്റെ വിറ്റ് കാശ് ഉണ്ടാക്കുന്ന പറഞ്ഞ് ഇവർ രണ്ടുപേരെയാണ്. ഞാൻ ഫസ്റ്റ് ഇട്ട വീഡിയോക്ക് വന്ന കമന്റ് ഉണ്ട്. അതിൽ ഞാൻ അവരെ മാന്യമായിട്ടാണ് ഞാൻ അവരോട് സംസാരിച്ചത്. എന്റെ ആ വീഡിയോ നിങ്ങൾക്ക് കാണാത്തവർക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ അതിൽ അവരൊരു ദുഷിച്ച വാക്ക് പോലും ഞാൻ അതിൽ സംസാരിച്ചിട്ടില്ല. അപ്പൊ അതിൽ വന്നിട്ട് അവരിട്ട കമന്റ്, ഞാൻ അതിൽ യൂട്യൂബ് അവരോട് നിർത്താനൊന്നുമില്ല. അവര് നിർത്തരുത്, അവർക്ക് വരുമാനമുള്ള ഒരു സംഭവമാണ്, അവര് ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അവർ വിചാരിച്ചു അത് കറക്റ്റാണ്. 5 കുട്ടികളെയും കൊണ്ട് അവർക്ക് ജീവിക്കാൻ അവർക്ക് വേറെ തൊഴിലിനൊന്നും ആവശ്യമില്ല. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ്സോ എന്തെങ്കിലുമൊക്കെ അടിച്ചു പൊളിച്ച് നശിപ്പിച്ച് തീർക്കാതെ തുടങ്ങുകയാണെങ്കിൽ ഇവർക്ക് ഇവരുടെ മക്കളെ വളർത്താൻ ഇവർ ആരുടെ മുന്നിൽ കൈനീട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല. അതിവർ പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇതിങ്ങനെ കേൾക്കാൻ നിൽക്കാനാണെങ്കിൽ ഇതുപോലെ ഓരോന്നും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും ഇവർ നിയമസഹായം തേടാനായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും കണ്ട് തന്നെ അറിയണം. അപ്പോൾ ഷാജിദയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തിനാണ് ഇങ്ങനെ വാശി കാണിക്കുന്നത്? വാശിയും വൈരാഗ്യമൊക്കെ കാണിച്ച് ഇങ്ങനെ ജീവിതം തീർക്കേണ്ട പ്രായമൊന്നുമല്ല ഷാജിദ. അത് ഷാജിദ ഒന്ന് മനസ്സിലാക്കുക. 5 കുട്ടികളുണ്ട് തനിക്ക്. അതിപ്പോൾ ആ ഒരു പക്വതയൊക്കെ കുറച്ചുകൂടെയൊക്കെ കാണിക്കണം. നമ്മളെ കൊണ്ട് നമ്മൾ മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാനായിട്ടുള്ള ഇടവരുത്തരുത്. ഇപ്പോൾ തൻ്റെ ഫോണിൽ താൻ ഇട്ടിരിക്കുന്ന അവരുടെ ആ ഒരു നമ്പർ അവർ റിമൂവ് ചെയ്ത് കളയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ചെയ്യാൻ താൻ ബാധ്യസ്ഥയാണ്. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഫോണിൽ തമ്പനയിലിടുമ്പോൾ മറ്റു പലരുടെയും ഫോട്ടോയൊക്കെ എടുത്തിടാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്തും അതിൻ്റെ യഥാർത്ഥ അവകാശം നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ടാണെങ്കിൽ പോലും ആ ഒരു ഫോട്ടോ എടുത്ത് മാറ്റണം എന്ന് പറയുകയാണെങ്കിൽ ആ സെക്കൻഡിൽ നമ്മളത് ചെയ്തിരിക്കും. അങ്ങനെ ചെയ്യണം, അങ്ങനെ പാടുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മളുടെ ഫോട്ടോ ആണെങ്കിൽ പോലും മറ്റൊരാൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യപ്പെടാം, കമൻറ്റ് ബോക്സിൽ വേണമെങ്കിൽ ആവശ്യപ്പെടാം. അതവരുടെ ശ്രദ്ധയപ്പെടുകയാണെങ്കിൽ അവരത് മാറ്റിയില്ലെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് കൊടുക്കാനൊക്കെ പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവരാരും സ്ട്രൈക്ക് കൊടുക്കാനായിട്ടൊന്നും നിൽക്കത്തില്ല. പിന്നെ പ്രത്യേകിച്ച് ഇത് റിയാക്ഷൻ വീഡിയോ ചാനലൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എന്താണ് പറയുന്നത്, പിന്നെ ടാക്സി വിളിച്ച് വരും. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ പഴിച്ചിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ മറ്റുള്ളവരുടെ ലൈഫ് എടുത്തിട്ടല്ലേ നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ എന്തായാലും ഈ പരിദൂഷണ കമ്മിറ്റി ഇന്നോ നാളെയൊന്നും അവസാനിക്കുന്നതാണെന്ന് തോന്നുന്നില്ല. അതിങ്ങനെ തുടർക്കഥയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്തായാലും തൽക്കാലം ഇതിങ്ങനെ വലിച്ച് നീട്ടി പോകാനായിട്ട് ഞാനും ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ നിർത്തുകയാണ്. വീഡിയോ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങളുടെ ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇതിൽ പിന്നീട് ഞാനധികം ഒന്നും എടുത്ത് പറയാനൊന്നും വന്നില്ല. അവർ പറയുന്നത് അതുപോലെ അങ്ങ് പ്ലേ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.